റെഡ് ഫ്ലാഗ്സ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന എന്നാൽ റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ യാഥാർത്ഥ്യം എന്നോണം അംഗീകരിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, പതിവായി ഗുഡ് മോർണിംഗ് സെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ചില കാഴ്ചപ്പാട്. അതവർക്ക് നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അവരൊരു ടെക്സ്റ്ററോ അല്ലെങ്കിൽ ഒരു പെർഫോമറോ അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വഴക്കിട്ട് കഴിഞ്ഞാൽ കുറച്ചുപേര് പിന്നീട് സംസാരിക്കാനായിട്ട് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്, അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അതും തെറ്റായ ഒരു വസ്തുതയാണ്. അവരുടെ ഇമോഷൻസ് പ്രോസസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് സമയം ആവശ്യമാണ്. ചിലരൊന്നും നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, എന്നെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ, നേരെ മറിച്ച് അവർക്ക് ആ ഒരു പ്രൈവസി ലൈഫ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. 24/7 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചിലർക്ക് കഴിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി വെന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർ വളരെ ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും റെഡ് സൈൻസ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. വാസ്തവത്തിൽ ഇതൊരു ഇമോഷണൽ അൺഅവൈലബിലിറ്റിയുടെ പാറ്റേൺ ആണ് എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നതെല്ലാം റെഡ് സൈൻ ആണ് എന്ന് പറയാൻ പാടുള്ളൂ. ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പലർക്കും റിലേഷൻഷിപ്പിനുള്ളിൽ ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞതൊന്നുമല്ല റെഡ് സൈൻ എന്ന് പറയുന്നത്. എന്നാൽ പതിവായുള്ള ഇമോഷണൽ അബ്യൂസും ഇമോഷണൽ അൺഅവൈലബിലിറ്റിയുമാണ് അനുഭവിക്കുന്നതെങ്കിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.